അല്ല, അതിനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ നമുക്ക് സാധിക്കില്ല. 21-നാണ് സത്യപ്രതിജ്ഞ. കൗൺസിലർമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 21-ാം തീയതിയാണ്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം ആരാണ് ഭരിക്കാൻ പോകുന്നതെന്നൊക്കെ. സ്വാഭാവികമായിട്ടും അംഗങ്ങൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നാലല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ആര് ഭരിക്കുന്നില്ല. BJP സ്വാഭാവികമായിട്ടും 53 സീറ്റുകളിൽ 25 സീറ്റ് വിജയിച്ച BJPക്കാണ് ജനം കൂടുതൽ സീറ്റ് നൽകിയിരിക്കുന്നത്. ജനാഭിലാഷം എന്ന് പറയുന്നത് BJPക്ക് അനുകൂലമാണ്. ഇനി അത് അട്ടിമറിക്കാൻ എല്ലാവരും കൂടി ഒരുമ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഈ കാണാൻ പോകുന്ന പൂരം നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്, റഷീദ്. ഈ റഷീദ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ ഈ LDFന്റെയും UDFന്റെയും കൗൺസിലർമാർ അവരെ പിന്തുണച്ചാൽ സ്വാഭാവികമായിട്ട് ഈ എണ്ണം കുറവുള്ളതുകൊണ്ട് BJP പരാജയപ്പെടും. അങ്ങനൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? മതേതര മുന്നണിയല്ലേ, മതേതര മുന്നണി എന്ന് പറഞ്ഞ് ഇപ്പോൾ പല വാർത്തകളും വരുന്നുണ്ട്. അപ്പം ഞാൻ അത് മതേതര മുന്നണി എന്ന് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് സത്യത്തിലൊരു മാങ്കൂട്ട മുന്നണി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ട് ഈ 3 മാസക്കാലം അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതിൻ്റെ ചിത്രം ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മതേതര മുന്നണി എന്ന് പറയുന്നത്, ഇൻവെർട്ടഡ് കോമാസിലുള്ള ഈ മതേതര മുന്നണി എന്ന് പറയുന്നതിൽ അതിൽ വെൽഫെയർ പാർട്ടി ഉണ്ട്, SDPI ഉണ്ട്, അതേപോലെ തന്നെ അല്ല അവരുടെയൊക്കെ വോട്ടൊക്കെ പലയിടത്തും വാങ്ങിച്ചിട്ടുണ്ടല്ലോ. SDPI, വെൽഫെയർ പാർട്ടി, അതുപോലെ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള തീവ്രവാദി ശക്തികളുടെ അടക്കമുള്ള വോട്ട് വാങ്ങിച്ച് ഇവരൊക്കെ ഒരുമിച്ച് വന്ന് BJPയെ ഈ ഇവിടെ കിട്ടിയിട്ടുള്ള ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് ഉണ്ടല്ലോ അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകൾ ഈ പറയുന്ന മാങ്കൂട്ട മുന്നണി ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കും. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ഇവിടെ മാൻഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവരെല്ലാവരും കൂടിയിട്ട്, ഇവരൊക്കെ വെവ്വേറെയാണല്ലോ മത്സരിച്ചത്, വേറെ വേറെ പ്രകടന പത്രിക, വേറെ വേറെ സ്ഥാനാർത്ഥികൾ, വേറെ വേറെ ചിഹ്നങ്ങൾ, ഇവരെല്ലാം ഒരുമിച്ച് വന്ന് ഈ പാലക്കാട് നഗരസഭ നമ്മളങ്ങ് തൂക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞപ്പോ അതത്ര കാര്യമാക്കിയില്ല. എസ്പെഷ്യലി ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ കൊട്ടിക്കലാശത്തിന് പോലും പാലക്കാട് ഉണ്ടാവാതിരുന്ന രാഹുൽ മാങ്കൂട്ടം, ആ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നഗരസഭ നമ്മളങ്ങ് തൂക്കുമെന്ന് പറഞ്ഞപ്പോ നമ്മളാരും അത് വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ഇന്നിപ്പോ പാലക്കാട് നഗരസഭ രാഹുൽ മാങ്കൂട്ടം തൂക്കിയിരിക്കുന്നു. BJPയുടെ സംസ്ഥാന ട്രഷറർ നിലവിൽ ഇപ്പൊ വിജയിച്ച് കയറിയവരിൽ ഒരാളായിട്ടുള്ള കൃഷ്ണദാസ്, ആ കൃഷ്ണദാസ് പറയുന്നത് പാലക്കാട് നഗരസഭയിൽ വരാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടം മുന്നണിയാണെന്നാണ്. മാങ്കൂട്ടം മുന്നണി വരുമെന്ന് കൃഷ്ണദാസ് പറയുന്നു. കാരണം എന്താ? അവിടെ ചാണക്യൻ രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുലിന്റെ പല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഇപ്പോ ഈ റിസൾട്ട് വന്നതിന് ശേഷം രാഹുൽ നടത്തുന്ന ചില നീക്കങ്ങളും വലിയ വിജയ സാധ്യത കാണുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൃഷ്ണദാസ് പറയുന്നു മാങ്കൂട്ടം മുന്നണിയാണ് വരികയെന്ന്. കാരണം എന്താ? KH റഷീദ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്രൻ അവിടെ വിജയിച്ച് കയറിയിട്ടുണ്ട്. ആ സ്വതന്ത്രനെ ചെയർമാനാക്കാൻ ഇപ്പോ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം തയ്യാറാണ്. BJPയെ താഴെയിറക്കാൻ KH റഷീദിനെ ചെയർമാനാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതും രാഹുൽ മാങ്കൂട്ടം തന്നെ. സംഘികളെ, കൂട്ടരെ, നിങ്ങളുടെ അസ്ഥിവാരം തോണ്ടിയില്ലേ? നിങ്ങളുടെ അസ്ഥിവാരം പാലക്കാട് നഗരസഭയില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ BJPക്കും സാധിച്ചില്ല. കഴിഞ്ഞ വർഷം BJP ഭരിച്ചത് നഗരസഭയാണ്. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ BJPക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല കോൺഗ്രസിനും സാധിച്ചില്ല. പക്ഷേ KH റഷീദിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, KH റഷീദിനെ നഗരസഭയുടെ ചെയർമാനാക്കിക്കൊണ്ട് KH റഷീദിനെ പിന്തുണക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതാണ് കൃഷ്ണദാസ് പറയുന്നത്. മാങ്കൂട്ടം മുന്നണിയാണ് വരാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തുറന്നു കാട്ടും. എന്താണ് തുറന്നു കാണിക്കുക? വീട്ടിലെ ബാത്റൂമിന്റെ ഡോർ തുറന്നു കാണിക്കോ? അപ്പോ രാഹുലിന്റെ ചില അപ്രതീക്ഷിത നീക്കങ്ങൾ, ഈ വേട്ടകൾക്കൊടുവിൽ അല്ലെങ്കിൽ വേട്ടകൾക്കിടയിൽ രാഹുൽ എന്ന മനുഷ്യനെ പച്ചയായി കൊത്തി കീറി ആ പച്ച മാംസം തിന്നുന്നതിനിടയിലും ചില രഹസ്യ നീക്കങ്ങൾ അല്ലെങ്കിൽ
ചടുലമായ നീക്കങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടം നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ കൃഷ്ണദാസ് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടം മുന്നണിയാണ് വരാൻ പോകുന്നത് എന്ന് BJPയുടെ ഇപ്പൊ പുതുതായി വിജയിച്ച കൗൺസിലർമാരിൽ ഒരാളായിട്ടുള്ള ആൾ പറയുമ്പോ BJPക്ക് എന്താണ് പ്രശ്നം? സംഘപരിവാറിന് എന്താണ് പ്രശ്നം? സംഘപരിവാറിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഭരണം നഷ്ടമാവുകയാണ് പാലക്കാട് നഗരസഭയിൽ. ആ പാലക്കാട് നഗരസഭയിൽ തങ്ങളുടെ ഭരണം നഷ്ടമാകുമെന്ന് ഉറപ്പാകുമ്പോ അതിന് ചുക്കാൻ പിടിക്കുന്നതും അതിന്റെ കടിഞ്ഞാണും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാടിന്റെ MLAയുടെ കൈകളിലാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാടിന്റെ MLAയുടെ കൈകളിലാണ് അതിന്റെ ചുക്കാനുള്ളത്. KH റഷീദിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിർത്തണമെന്നുള്ളതോ KH റഷീദിനെ കോൺഗ്രസ് പിന്തുണക്കാമെന്നുള്ളതോ രാഹുലിന്റെ തീരുമാനമാണ്, അല്ലെങ്കിൽ രാഹുൽ മുന്നോട്ട് വെച്ച ഐഡിയയാണ്. പാലക്കാട് നഗരസഭ സംഘപരിവാറിന് വിട്ടുകൊടുക്കാതെ അത് സംരക്ഷിച്ചു പിടിക്കാൻ രാഹുൽ മുന്നോട്ട് വെച്ച ഫോർമുലയാണ് KH റഷീദിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഈ KH റഷീദും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇപ്പോ. എന്തേ KH റഷീദ് സ്വതന്ത്രനായി മത്സരിച്ചു? KH റഷീദിനെ വളരെ പണിപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ബന്ധമുള്ള KH റഷീദ്. ആ KH റഷീദ് പാലക്കാട് നഗരസഭയുടെ ചെയർമാൻ ആവും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ കണക്ക് കൂട്ടി കണ്ടു. അല്ലെങ്കിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കേണ്ട UDFന്റെ സ്ഥാനാർത്ഥിയാവേണ്ട KH റഷീദ് എങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി? അത് തന്നെയാണ് ഈ കേവല ഭൂരിപക്ഷത്തിലേക്ക് ആർക്കും എത്താൻ കഴിയില്ലെന്ന പാലക്കാടിന്റെ പൾസ് എന്ന് പറഞ്ഞാൽ പാലക്കാട് നഗരസഭയുടെ പൾസ് അറിഞ്ഞിട്ടാണ് KH റഷീദിനെ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിപ്പിച്ചത് തന്നെ. സ്വതന്ത്രനായിട്ട് മത്സരിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇപ്പുറത്ത് KH റഷീദ് വിജയിച്ച് കയറുമ്പോ KH റഷീദിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുള്ളതും രാഹുലിന്റെ കടുംപിടുത്തമാണ്, രാഹുലിന്റെ ഫോർമുലയാണ് എന്നാണ് ഇപ്പോ BJPയുടെ നേതാക്കൾ പോലും ആരോപിക്കുന്നത്. വെറുതെ ഒന്നുമല്ല, തന്ത്രം രാഹുലിൻ്റെതാണ്. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം പാലക്കാട്ട് ഉണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ആ സംശയത്തിന്റെ പുറത്താണ് KH റഷീദിനെ സ്വതന്ത്രനാക്കാൻ തീരുമാനിച്ചത്. സ്വതന്ത്രനാക്കി എന്ന് മാത്രമല്ല, KH റഷീദിനെ വിജയിപ്പിച്ചെടുത്തു. ആ KH റഷീദിനെ വിജയിപ്പിച്ചത് വഴി KH റഷീദ് എന്ന് പറയുന്ന സ്വതന്ത്രന്റെ പിന്തുണ, അല്ലെങ്കിൽ KH റഷീദിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്തുണച്ചുകൊണ്ട് ഭരണം പിടിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന് എല്ലാവിധ സജ്ജീകരണങ്ങൾ ഒരുക്കിയതും കരുനീക്കിയതും രാഹുൽ മാങ്കൂട്ടമാണെന്ന് BJPയുടെ സംസ്ഥാന ട്രഷറർ കൃഷ്ണദാസ് ആരോപിക്കുക. കൃഷ്ണദാസ് വെറുതെ പറയല്ല. കൃഷ്ണദാസിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കൃഷ്ണദാസിന് അവിടെ നഗരസഭ ചെയർമാൻ ആകും എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ആ കൃഷ്ണദാസ് നഗരസഭാ ചെയർമാൻ ആകും, അല്ലെങ്കിൽ BJPയുടെ ചെയർമാൻ നഗരസഭാ അധ്യക്ഷൻ അത് കൃഷ്ണദാസ് ആയിരിക്കുമെന്നുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ആ തീരുമാനങ്ങളിൽ നിന്ന് ഇപ്പൊ ഭരണം നഷ്ടപ്പെട്ടു പോയാൽ വെറുതെ ഒരു കൗൺസിലർ ആയിട്ട്, അതും സംസ്ഥാന ട്രഷറർ, ഒരു കൗൺസിലർ ഒരു നഗരസഭയിൽ, ഭരണമില്ലാത്ത നഗരസഭയിൽ ഒരു കൗൺസിലറായിട്ട് ഇരിക്കേണ്ടി വരുമെന്നുള്ള വേദനയാണ് കൃഷ്ണദാസിനുള്ളത്. മനസ്സിലായില്ലേ? ആ കൃഷ്ണദാസിനെ അത്തരത്തിൽ വേദനിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. കാരണം കൃഷ്ണദാസ് സംസ്ഥാന ട്രഷററാണ്. സംസ്ഥാന ട്രഷറർ ഇരിക്കുന്നത് നിയമസഭയിലല്ല, അല്ലെങ്കിൽ പാർലമെന്റിൽ ഒരു അംഗമായിട്ടല്ല ഇരിക്കുന്നത്, മറിച്ച് ഇരിക്കുന്നത് ഒരു നഗരസഭയിൽ, ഭരണമില്ലാത്ത നഗരസഭയിലെ ഒരു വെറും കൗൺസിലറായിട്ട് മാത്രമാണ്. അതാണ് കൃഷ്ണദാസിനെ പ്രകോപിക്കുന്നത്. എന്നാലും കൃഷ്ണദാസ് പറയുന്ന ചില കാര്യങ്ങൾ അത് സത്യമാണ്. മാങ്കൂട്ടം മുന്നണി, യെസ്, അത് തന്നെയാ. രാഹുൽ മാങ്കൂട്ടം മുന്നണി പാലക്കാട് നഗരസഭ ഭരിക്കാൻ പോകുന്നു എന്നുള്ളത് BJPക്കാർ തന്നെ സമ്മതിക്കുക. ഇപ്പൊ ഇന്നലെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൗണ്ടിങ് കഴിഞ്ഞ് റിസൾട്ട് വന്നു പോയപ്പോ നമ്മള് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ പാലക്കാട് വലിയ ആഘോഷം. എന്താണ് ആഘോഷം? ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതിനുള്ള ആഘോഷമാണ് പ്രശാന്ത് ശിവൻ നടത്തുന്നത്. പക്ഷെ പ്രശാന്ത് ശിവൻ അറിയുന്നില്ല
കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയ BJP ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായ പരാജയമാണല്ലേ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കാരണം ഭരണത്തിലേക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയ BJPക്ക് ഇപ്രാവശ്യം ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ഇല്ല. എന്നിരുന്നാലും പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് പ്രശാന്ത് ശിവൻ ഒന്ന് ആഘോഷിച്ചു. പക്ഷെ ആ ആഘോഷത്തിന് ഇന്നലെ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി ഇരുട്ടുന്നത് വരെയുള്ള സമയമേ ആ ആഘോഷത്തിന് ഉണ്ടായുള്ളൂ. നേരം വെളുത്തപ്പോ കളി മാറി. കാരണം പാലക്കാട്ടെ MLA ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ട് എന്നുള്ള കാര്യം പ്രശാന്ത് ശിവൻ മറന്നുപോയി. രാഹുൽ അവിടെ കരുക്കൾ നീക്കി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. രാഹുൽ കരുക്കൾ നീക്കി കാത്തിരിക്കുകയായിരുന്നു. KH റഷീദിന്റെ വിജയവാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ KH റഷീദിനെ വിളിച്ച് സംസാരിച്ചു. ചെയർമാനാക്കാമെന്ന് വാഗ്ദാനം നൽകി. UDF പിന്തുണക്കുമെന്നുള്ള വാഗ്ദാനം നൽകി. ആ പിന്തുണ ഇപ്പോ BJPയെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ വല്ലാതെ വേവലാതിപ്പെടുത്തുന്നുണ്ട്, ആശങ്കയിലാക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. കേവല ഭൂരിപക്ഷം ആർക്കുമില്ല, BJPക്കുമില്ല, കോൺഗ്രസിനുമില്ല. പക്ഷേ ആ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും സ്വതന്ത്രന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ട് ഈ പറയുന്ന CPMന്റെയും കോൺഗ്രസിന്റെയും കൗൺസിലർമാർ KH റഷീദിനെ പിന്തുണക്കും. അങ്ങനെ വരുമ്പോ പാലക്കാട് നഗരസഭ KH റഷീദ് ഭരിക്കും എന്ന് പറഞ്ഞാൽ സംഘ് പരിവാറിന് ഞങ്ങളുടെ ഈറ്റില്ലമാണെന്ന് പറയുകയും, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ രണ്ട് തവണ പാലക്കാട് നഗരസഭ ഭരിച്ച BJPയുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന നഗരസഭ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് കൃഷ്ണദാസ് പറയുന്നതും. മാങ്കൂട്ടം മുന്നണിയാണ് വരാൻ പോകുന്നത് എന്ന് കൃഷ്ണദാസിന് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. KH റഷീദ് ഈ പറയുന്ന ചെയർമാൻ സ്ഥാനാർത്ഥിയാകും, അല്ലെങ്കിൽ ചെയർമാനാകും, UDF പിന്തുണക്കും എന്നുള്ള കാര്യം കൃഷ്ണദാസിന് ബോധ്യം. അതാണ് കൃഷ്ണദാസ് പറയുന്നതും. കൃഷ്ണദാസ് പിന്നെ പറയുന്നത് ജനങ്ങൾ പറഞ്ഞത് BJPക്കാണ്, പക്ഷേ കേവല ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയില്ല കൃഷ്ണദാസെ. കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണത്തിലേറാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ജനങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു കയറിയ ആ തൃശ്ശൂരിൽ നിങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. സുരേഷ് ഗോപി ഒരു പരാജയമാണെന്ന്, അവരുടെ തീരുമാനം ഒരു തെറ്റായ തീരുമാനമായിരുന്നുവെന്നും അതിനെ തിരുത്തുവാനുള്ള ഒരു അവസരമായിട്ട് തൃശ്ശൂരുകാര് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മാറ്റി എന്നുള്ളതുമാണ്. അപ്പോ ജനങ്ങളുടെ മാൻഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ BJPക്ക് സംഘ് പരിവാറിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ്.